ശബരിമല തീർത്ഥാടനം കാലമെത്താറായി. തീർത്ഥാടകരെ എങ്ങനെ ശബരിമലയിൽ ഉൾക്കൊള്ളിക്കണം എന്നത് ഇപ്പോഴും ദേവസ്വം ബോർഡിനും സർക്കാരിനും കൺഫ്യൂഷനാണ്. ചില തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ പിന്തുണയോടെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ തീരുമാനങ്ങളൊന്നും നേരെ ചൊവ്വേ നടത്താൻ പറ്റാത്ത തരത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ഡെപ്തായിട്ട് കാര്യങ്ങൾ ആലോചിക്കാത്ത തീരുമാനങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള കുഴപ്പം അതാണ്. ഒരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ചാടിക്കൂട്ടി ഒരു തീരുമാനമെടുക്കുന്നു എന്നല്ലാതെ ആ തീരുമാനത്തിൻ്റെ ഇടം വശവും വലം വശവും ആഴവും പരപ്പും ശ്രദ്ധിച്ച് അതൊന്ന് വിശകലനം ചെയ്ത് പഠിച്ച് അതിനുവേണ്ടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനമെടുക്കില്ല. ശബരിമലയിലും സംഭവിക്കുന്നത് തന്നെയാണ്. ശബരിമലയിൽ തീർത്ഥാടന അട്ടിമറിക്ക് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ദുരുപയോഗപ്പെടുത്തുമെന്ന ആശങ്ക ശക്തമാണ്. അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല, സർക്കാരിനും വ്യക്തതയില്ല, ഭക്തന്മാർക്കാണെങ്കിൽ യാതൊരു വ്യക്തതയുമില്ല. ആർക്കും ഓൺലൈനിൽ സമയം ബുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ശബരിമലയിൽ പോയില്ലെങ്കിൽ പോലും ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂട്ടത്തോടെ തീർത്ഥാടനം അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം കൂടി നേരത്തെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ തീർത്ഥാടനത്തിന് ആളില്ലാത്ത അവസ്ഥ വരും. ആ വശവും കൂടെ നമ്മൾ കാണേണ്ടതാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സന്നിധാനത്ത് എത്തുന്നവർക്ക് പോലും അന്ന് തീർത്ഥാടനം നടത്താതെ പോകേണ്ടി വരും. അതായത് ഈ വെർച്വൽ ബുക്കിംഗ് കിടക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന ഭക്തരെ തടഞ്ഞു നിർത്തുകയും വെർച്വൽ വരുന്നവർക്ക് കയറ്റിവിടാൻ നോക്കുകയും ചെയ്യും. പക്ഷേ ഈ വെർച്വൽ ബുക്കിംഗ് ഒരു കൂട്ടമായിട്ട് ചിലർ മനഃപൂർവ്വം കൂട്ടമായിട്ട് എടുക്കുകയും വരാതിരിക്കുകയും ചെയ്താൽ അവിടെ ഇവരെ കയറ്റിവിടാനും പറ്റില്ല. കാരണം അങ്ങനെയുള്ളവരെ സ്പോട്ട് ബുക്കിംഗ് പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ അവരുടെ കയറ്റിവിടാനും പറ്റില്ല. തിരുപ്പതി മോഡലാണ് ശബരിമലയിൽ നടപ്പാക്കുന്നതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നാൽ തിരുപ്പതിയിൽ എത്തി ടിക്കറ്റ് എടുത്ത് ക്ഷേത്ര ദർശനം നടത്താനും അവിടെ സൗകര്യമുണ്ട് എന്നത് ദേവസ്വം ബോർഡ് കാണുന്നില്ല. അതെങ്ങനെയാണെന്ന് പഠിക്കാനും ദേവസ്വം ബോർഡ് തയ്യാറല്ല. ഇനി വേണമെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഉള്ള പണമെല്ലാം മുടക്കി ചിലപ്പോൾ തിരുപ്പതിയിൽ പോയേക്കാം. അങ്ങനെ ആയാലും വേണ്ടില്ല. നമ്മുടെ പണം, ഭക്തർ തരുന്ന പണം നിങ്ങൾ വേണമെങ്കിൽ ദൂർത്തടിച്ച് 3-4 ദിവസം ഹോട്ടലിൽ താമസിച്ച് തിരുപ്പതി പോയി പഠിച്ചോളൂ, എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ശബരിമലയെ നേരെ നടത്തണമെന്ന് മാത്രമാണ് ഈ ഭക്തരുടെ ഭാഗത്ത് നിന്നും വരുന്നത്. എന്തായാലും ദർശനത്തിനുള്ള ടിക്കറ്റ് അവിടെ കിട്ടും. കാരണം അവർക്ക് അവിടെ ചെന്നാൽ തന്നെ രാവിലെ എത്തുന്നവർക്ക് അവിടെ ദർശനത്തിൻ്റെ ടിക്കറ്റ് കിട്ടും. എന്നാൽ ശബരിമലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പ്രകാരം ശബരിമലയുടെ സമീപത്ത് നിന്നും തന്നെ ദേവസ്വം ബോർഡിന് സൗകര്യത്തിന് ടിക്കറ്റ് എടുക്കാൻ കിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ശബരിമലയിൽ എത്തിച്ചെന്നാൽ പോലും ശബരിമല അടുത്തൊന്നും പിന്നെ ഭക്തന്മാർ ഈ കെട്ടും തലയിൽ വെച്ചുകൊണ്ട് വീണ്ടും ദൂരെ സ്ഥലത്ത് പോകണം. എവിടെയൊക്കെ? കുമിളിയില്, എരുമേലിയില്, മുണ്ടക്കയം, ആലുവ, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ, പന്തളം, നിലയ്ക്കൽ, പമ്പ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് കൊണ്ടായിരുന്നു. അവിടെ എല്ലാ ആൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സന്നിധാനത്തോ പമ്പയിലുണ്ട്, പക്ഷെ സന്നിധാനത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പമ്പ കടന്ന് സന്നിധാനത്തെത്തുന്നവർക്ക് പിന്നെ അവർ തിരിച്ചിറങ്ങി പമ്പയിൽ വന്ന് ബുക്കിംഗ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോഴന്ന് കിട്ടില്ല, ചിലപ്പോൾ പിറ്റെന്നോ അതിൻ്റെ പിറ്റെന്നോ കിട്ടും. അതാണ് ഈ വെർച്വൽ ബുക്കിങ്ങിൻ്റെ ഒരു തകരാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വികലമായ കാഴ്ചപ്പാട് ഈ ദേവസ്വം ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നു. നിലയ്ക്കലിൽ 10ഉം പമ്പയിൽ 5 കൗണ്ടറുകളാണ് ഉണ്ടായിരുന്ന അന്ന്. ഇതെല്ലാം ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഈ ഇപ്പോഴത്തെ സർക്കാർ. കാരണം ഈ നിലയ്ക്കലും പമ്പയിലും ഉള്ള ഒന്നും തന്നെ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ബുക്ക് ചെയ്യണമെന്ന് അറിയാതെ എത്തുന്നവരെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് തീർച്ചയായും തന്നെയാണ്. അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘാടകർക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും സജീവമാണ്. എന്തായാലും സന്നിധാനത്തെത്തുന്നവർക്ക് ഏറിയ പങ്കും തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ ഈ കേരള ദേവസ്വം ബോർഡിൻ്റെ തീരുമാനവും ഈ മലയാളത്തിലുള്ള പ്രസ് റിലീസും ഒക്കെ എത്രമാത്രം അവരറിഞ്ഞിരിക്കും. അഥവാ ഇംഗ്ലീഷിലും തെലുങ്കിലും തമിഴിലും വാർത്തകൾ കൊടുത്താൽ പോലും എല്ലാവരും ഈ പത്രങ്ങൾ വായിക്കണമെന്നോ ഇല്ല. അവർ കെട്ടും കെട്ടി ശവരണം വിളിച്ച് സ്വാമീശ്വരനെ വിളിച്ച് ഇവിടെ വരും. അവർക്ക് ദർശനം നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാനും കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനും തയ്യാറാകണം. അതാണ് അങ്ങനെ പഠിക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ എല്ലാത്തിൻ്റെയും കുഴപ്പങ്ങൾക്ക് കാരണം. ശബരിമലയെ കുഴപ്പിക്കുന്നതും അതുതന്നെയാണ്.